എന്റെ പേര് ധൃതിക് ചന്ദ്രൻ. ഞാൻ ഇൻസ്പെക്ടർ SHO ആണ്. പണ്ട് നിങ്ങൾ പറയുന്ന ഈ ബംബോട്ട് സ്മഗ്ലിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. പണ്ട് കാലത്ത് ഇങ്ങനെ നടന്നായിട്ടത് കേട്ടറിവുണ്ട്. എങ്കിലും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനത്തെ സിസ്റ്റം ഒന്നും കാണാൻ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഏതാണ്ട് 60കളുടെ അവസാനം 70കളുടെ ആദ്യത്തിൽ മുതൽ മട്ടാഞ്ചേരിയിൽ, കൊച്ചിയുടെ പശ്ചിമഭാഗമായ മട്ടാഞ്ചേരിയിൽ നടന്നിരുന്ന ബംബോട്ട് എന്ന പേരിൽ വിദേശ കപ്പലുകളുമായി ബന്ധപ്പെട്ട് നടന്നിരുന്ന ഒരു വ്യാപാരത്തിന്റെ സത്യത്തിൽ നിയമത്തിന്റെ കണ്ണിൽ നിയമവിരുദ്ധമായ ഒരു കച്ചവടമായിരുന്നു എന്നുള്ളത് തർക്കമൊന്നുമില്ല, നമുക്കറിയാവുന്ന കാര്യം. 1977 കസ്റ്റംസിൽ ജോയിൻ ചെയ്തതിനു ശേഷം എനിക്ക് മനസ്സിലായത് ബംബോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതര കള്ളക്കടത്തുകാരെന്നാണ്. വലിയ കള്ളക്കടത്തുകാരല്ല, ഈ പോർട്ടിൽ കിടന്ന് കളിക്കുന്ന കള്ളക്കടത്തുകാരാണ്. ആ പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസൈഡ് പോർട്ടും ഉണ്ട്, ഔട്ട്സൈഡ് പോർട്ടും ഉണ്ട്. അതാണ് ബംബോട്ടുകാരെന്നാണ് ഞങ്ങൾ കസ്റ്റംസിൽ ജോയിൻ ചെയ്തപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതെങ്ങനെ ഡിറൈവ് ചെയ്തു, ഇങ്ങനെ പേരെങ്ങനെ വന്നു, അത് സത്യത്തില് അതിന് സീനിയർ ആയിട്ട് പോയി അത് പറയാൻ പറ്റിയ ആലോചിക്കാം. ശരിക്കും അതൊരു ഡച്ച് പശ്ചാത്തലമുള്ള ഒരു ഇംഗ്ലീഷ് വാക്കാണ് ബംബോട്ടെന്ന്. അപ്പൊ അത് ഈ കപ്പലുകളിലെ പോർട്ടിൽ വന്ന് കിടക്കുന്ന കപ്പലുകളും പുറംകടലിൽ നങ്കൂരമിട്ട് കിടക്കുന്ന കപ്പലുകൾക്കും പലതരത്തിലുള്ള സപ്ലൈസ് ആവശ്യമാണ്. അതിൻ്റെ അകത്തുള്ള ഭക്ഷണ സാധനങ്ങൾ, കപ്പലിന്റെ പ്രവർത്തനത്തിന് ആവശ്യമുള്ള അതാത് സമയത്ത് പെയിന്റാ, റോപ്പ്, ഒരുപാട് സാധനങ്ങൾ അവർക്ക് ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഭക്ഷണ സാധനങ്ങളും വെള്ളമൊക്കെയാണ്. അത് കൊണ്ടുപോയി കപ്പലിൽ കൊടുക്കുന്ന ആ ബോട്ടുകൾക്കാണ് ഈ ബംബോട്ട് എന്ന് പറയുന്നത്. അതിന് 3 പേരുണ്ട്. കള്ളക്കടത്ത് എന്നും പറയും, സ്മഗ്ലിംഗ് കച്ചവടം എന്നും പറയും, ബംബോട്ട് എന്നും പറയും. ആദ്യം ഉണ്ടായിരുന്നത് ബംബോട്ടാണ്, അതിനുശേഷമാണ് കള്ളക്കടത്തോണ്ട് വാക്ക് വന്നത്. അതിനുശേഷമാണ് അത് കംപ്ലീറ്റ് സ്മഗ്ലിംഗ് കച്ചവടം എന്നുള്ള പേരിലോട്ട് മാറിയത്. ഒരുപാട് കപ്പലുകൾ ഇവിടെ വരുമ്പോൾ ഒരുപാട് യാത്ര ചെയ്യാനുള്ള വേണ്ടി ചരക്കെടുത്തിട്ട് പോവുകയാണ് ചെയ്യണം. ഈ ചരക്കൂടെ കൊടുക്കുന്നതിന് ഉള്ള മച്ചുവ എന്ന് പറയുന്ന സാധനം, മച്ചുവ എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. അതിന് ഡിങ്കി എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു വെറൈറ്റി ഇതാണ്. 2 തുഴ വെച്ചിങ്ങനെ വലിച്ചു പോകുന്ന മച്ചുവ. അതിപ്പോഴും നമ്മൾ ബസാറിൽ ചെന്ന് അവിടെ കായൽ തീരത്തൊക്കെ കെട്ടിയിട്ടുണ്ടാവും. മച്ചുവ ആയിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ ഗതാഗതത്തിന്റെ മാർഗം അതായിരുന്നു. അപ്പൊ ആ മച്ചുവയിൽ കൊണ്ടുപോയി ചരക്ക് കപ്പലിലേക്ക് പോകും. കപ്പലിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട സാധനങ്ങളുണ്ടെങ്കിൽ അതും ഇങ്ങോട്ട് കൊണ്ടുവരും. ഈ മച്ചുവയിൽ ചരക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന ആളുകളെ ബംബോട്ടുകാരെന്നാ പറഞ്ഞത്. ഓരോ തുറമുഖങ്ങളിലും കപ്പലെടുക്കുമ്പോൾ കപ്പലിലുള്ള എന്തൊക്കെ സാധനങ്ങൾ അവർ സ്വന്തം ചെയ്യണം. അത് ഡിക്ലറേഷൻ കൊടുക്കണം, പറഞ്ഞു ബോണ്ട് കൊടുക്കാം എന്നുള്ളതാണ് ഈ ഒരു നിയമം, ആ കാലഘട്ടത്തിലെ നിയമം. അപ്പൊ ഈ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഓരോ തുറമുഖത്തിൽ നിന്നും അടുത്ത തുറമുഖത്തെ എവിടെ പോകേണ്ടത് അവിടെ ഡിമാൻഡുള്ള സാധനങ്ങൾ. ചില സ്ഥലങ്ങളിൽ വിസ്കി ആയിരിക്കാം, ചില സ്ഥലങ്ങളിൽ മറ്റേ സോപ്പ് അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും. അങ്ങനെ ഓരോ ഒരു സ്റ്റോറി. ഇത് ഈ കപ്പലിന്റെ ഈ എഞ്ചിൻ റൂമിലേക്ക് ഒളിപ്പിച്ച് നോക്കും, കപ്പലെടുക്കുന്ന സമയത്ത് ഒളിപ്പിച്ച് നോക്കും. എന്നിട്ട് അത് ഒഴിവാക്കിക്കൊണ്ടാണ് ഡിക്ലറേഷൻ കൊടുക്കുന്നത്. അങ്ങനെ ഡിക്ലറേഷൻ ഒഴിവാക്കപ്പെട്ട ഈ സാധനങ്ങളാണ് ഈ തുറമുഖത്തിലുമ്പോ അവിടെ നിന്നാണ് ഓരോ തുറമുഖങ്ങളും പറഞ്ഞത് ആളുകൾ കൊണ്ട് നാട്ടുകാരൊന്ന് വാങ്ങിക്കും. അനധികൃത ഇടപാടാക്കാം, അതാണ് കള്ളക്കടത്ത്. അവിടെ കള്ളക്കടത്തിൽ പ്രധാനമായിട്ടും ആ കാലഘട്ടങ്ങളിൽ വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ് ഐറ്റംസ്, വാച്ച് ആൻഡ് വാച്ച് മൂവ്മെന്റ്സ്, അതുപോലെ തന്നെ എയർ കണ്ടീഷണറുകൾ, അതേപോലെ മനില റോപ്പ്, പിന്നെ അവിടുത്തെ സ്ക്രാപ്പ്, കപ്പലുകളുടെ സ്ക്രാപ്പ്, അതൊക്കെ കസ്റ്റംസ് വഴിയാണ് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ എല്ലാവരും കസ്റ്റംസിന്റെ കണ്ണ് വെട്ടിച്ച് നികുതി ഡ്യൂട്ടിവേഷൻ നടത്തി ആണ് ഇവര് ഈ പ്രക്രിയ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ ആ കാലഘട്ടത്തിൽ ഏറ്റവും ഡിമാൻഡുള്ള സാധനങ്ങളാണ് ഫോറിൻ വാച്ച്, അതുപോലെ തന്നെ അന്ന് കോസ്മെറ്റിക്സ്, ഫോറിൻ കോസ്മെറ്റിക്സ്, സിഗരറ്റ്, പെർഫ്യൂമുകൾ, അതുപോലെ തന്നെ VCD, VCR, VCP. അന്ന് പോളണ്ടിൽ നിന്ന് വരുന്ന കപ്പലുകളിൽ നിന്ന് അന്ന് ഏറ്റവും ചെലവുള്ള ഒരു സാധനം അന്ന് നമ്മുടെ കാലത്ത് ഇല്ലാത്തതാണ് ഈ ഫോർണോഗ്രഫി പിക്ചേഴ്സ് അടിച്ച അസാധാരണ പേപ്പറുകളിലാണ്. നമ്മുടെ ഇവിടെ നിന്ന് അത്ര ക്വാളിറ്റിയുള്ള പേപ്പർ അന്നില്ല. പേപ്പറുകളിൽ അടിച്ച ഈ നഗ്ന ചിത്രങ്ങൾ, രതിചിത്രങ്ങൾ, പിന്നെ ചില സൂപ്പർ 8 ഫിലിംസ് വിദേശത്ത് റിയേറ്റ അതിന്റെ പ്രൊജക്ടറുകൾ
ഇതൊക്കെ അത് പോളണ്ടിൽ നിന്ന് വരുന്ന കപ്പലുകളിലാണ് ഇത് വരിക. അതൊക്കെ 10,000-കണക്കിന് പുസ്തകം, 1-2 ഇത് ക്രെയിനിറക്കി കൊടുക്കുന്നത്രയാണ്. പക്ഷെ ഇതൊക്കെ അന്നൊരു ചിലവൊരു പ്രശ്നമില്ല. നമ്മുടെ നാട്ടിൽ അത്രയും ദാരിദ്ര്യം എനിക്ക് തോന്നുന്നത്. കാര്യം ഇതൊക്കെ ചൂടപ്പം പോലെയാണ് ഈ ഇത് പോകുന്നത്. പിന്നെ പണിയെടുക്കാതെ എങ്ങനെ കാശുണ്ടാക്കാം എന്നുള്ളതാണല്ലോ. അങ്ങനെ ഇപ്പോഴും ആളുകൾ എങ്ങനെ മെയ്യനങ്ങാതെ കാശുണ്ടാക്കാൻ പറ്റുന്നതാണല്ലോ ആളുകൾ ഗവേഷണം ചെയ്യുന്നത്. അപ്പൊ അന്ന് അങ്ങനെ കണ്ടുപിടിച്ചൊരു ബിസിനസ്സാണ് ഈ സ്മഗിൾ. ജോലി ഇല്ലായ്മ കേരളത്തില് ഇപ്പൊ അന്ന് തന്നെ പോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞാലും യൂണിയനുകൾ വളരെ ശക്തമാണ്. അപ്പൊ ആ യൂണിയൻ വഴിയല്ലാതെ അപ്പൊ അസംഘടിതരായ ഒരുപാട് ചെറുപ്പക്കാർ അന്നും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പോയി ജോലി കിട്ടുന്നവരല്ലാതെ ഇങ്ങനെ ഉണ്ടായിരുന്നു. മട്ടാഞ്ചേരി ഫോർട്ട് വെച്ച് വാങ്ങലിലൊക്കെ ഈ പറഞ്ഞേക്കുന്ന ആൾക്കാർക്ക് യാതൊരു തരത്തിലുള്ള വിദ്യാഭ്യാസം ഉണ്ടായിട്ടില്ല. പിന്നെ മിക്കവാറും ബമ്പോട്ടല്ല എന്നുള്ളതും മോഷണം, ഇതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. കൊച്ചിയിൽ അങ്ങനെ തൊഴിലില്ലായ്മ ഇല്ലായിരുന്നു ആ കാലത്ത്. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം അന്ന് ഒരു 30 വർഷമൊക്കെ മുമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം തൊഴിൽ അവസരങ്ങളുള്ള സ്ഥലമായിരുന്നു. കാരണം നാട്ടിൽ തന്നെ വന്നിട്ട് ഇവിടെ ആളുകൾ പണിയെടുത്താൽ ജീവിക്കുന്ന ഒരു കാലമായിരുന്നു. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തതും പിന്നെ തൊഴിലില്ലായ്മയും കൊണ്ട് തന്നെയാണ് ഇവരൊക്കെ ആ ഫീൽഡിലേക്ക് മാറിയിട്ടുള്ളത്. ഒരു ഓട്ടമുക്കാലും തന്നിട്ടാണ് നമുക്ക് ബ്രിട്ടീഷുകാരൻ പോയത്. നിങ്ങൾ കണ്ണു പറഞ്ഞപ്പോ ബിരിയാണി, ഇറച്ചിച്ചോറ്, പൊറോട്ട, ഇറച്ചി, മട്ടനും ചിക്കനൊക്കെ അല്ലേ. നമ്മൾ കണ്ണു പറഞ്ഞപ്പോ ഒന്നുമില്ല. കൊള്ളിക്കപ്പയും മോരും തേങ്ങാപ്പിണ്ടാക്കും, കപ്പലിണ്ടിപ്പിണ്ടാക്കും, ശർക്കര കൊത്തിവെച്ചതും തേങ്ങ കൊത്തിവെച്ചതും ഒക്കെയാണ്. ബിരിയാണിയൊക്കെ അന്ന് ഉള്ളവനാണ് കഴിക്കണം. ബിരിയാണിയും മട്ടനും ഇതൊക്കെ അന്നും കാശ് കിട്ടുക ബമ്പോട്ടുകാരിക്കാണ്. അവര് കൊശിയായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ഭക്ഷണമില്ലാത്ത കാലഘട്ടം. BTP എന്ന് പറയുന്ന സ്ഥലമുണ്ട്. BTP എന്ന് പറഞ്ഞ കപ്പൽ പിടിക്കും. വെള്ളക്കാർ അമേരിക്കയ്ക്ക് സുഖമുണ്ട്. അവരെന്തെങ്കിലും എറിഞ്ഞു കൊടുക്കും വെള്ളത്തിൽ, ചാടി പിടിക്കണം. അപ്പൊ അവിടെ കുറച്ച് പിള്ളേരുണ്ട്, അച്ഛനും അമ്മയൊന്നും ഇല്ലാത്ത പിള്ളേരാണ്. അവിടെ കിടന്ന് വളർന്ന പിള്ളേരാണ്. ഐലൻഡിൽ അവർ കോയിൻ ഇടും. കോയിൻ വെള്ളത്തിൽ വിടാൻ ഇങ്ങനെ പോകുള്ളൂ, ഇങ്ങനെയാണ് പോകൂല, ഇങ്ങനെ പോകുള്ളൂ. അപ്പൊ അവൻ ചാടും, ആ സാധനം ഇടും, പിള്ളേർ ചാടും. അവൻ ചാടിനോടത്ത് മീനും സ്രാവും എല്ലാം പണ്ടാളും കടലിൽ പെട്ടെടുക്കും. അവന്റെ അത്ഭുതം അതാണ്. ഇപ്പൊ ഇവിടെ കപ്പലാ പിടിച്ചേക്കുന്നത്, അവിടെ ഇവൻ ചാടണത്. എന്ത് കുട്ടികളാണെന്നുള്ള അവൻ രസത്തിനിട്ട് കൊടുക്കുന്നത്. രസത്തിനിട്ട് കൊടുക്കുന്നത് ഇവർക്ക് ജീവിക്കാൻ സുഖമായിട്ട്. അതിന് പഠിക്കാനുള്ള കാശ് കോയിൻസ് അല്ല, അതെടുത്ത് അവർ മാറിക്കാൻ കാശ് കിട്ടൂലേ, അതെടുക്കുമ്പോൾ അവർ ചാടുന്നത്. ആദ്യകാലത്ത് ഞാനൊക്കെ ഇതിനെ ഒരുപാട് വെറുത്തിരുന്നു. പിന്നീട് എനിക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലായി. സ്വാഭാവികമായിട്ടും അവരുടെ സ്ഥാനത്ത് നമ്മളാണ് ചിലപ്പോൾ ഇറങ്ങി പോകുന്നത്. കാരണം മട്ടാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഉൾഭാഗങ്ങളിൽ നമ്മൾ ശരിക്കും സഞ്ചരിച്ചാൽ നമുക്കറിയാം അവരുടെ ജീവിത നിലവാരം. വിദ്യാഭ്യാസമില്ല, തൊഴിലില്ല. അപ്പൊ ഏറ്റവും എളുപ്പമുള്ള തൊഴിൽ ഇതായിരുന്നു. അപ്പൊ അത് അവിടെയുള്ള ലോക്കൽ മുസ്ലിംസ് ആയിരുന്നു. മുസ്ലിംസ് ഒരു ജാതിയായിട്ട് പറയുന്നതല്ല, അവരായിരുന്നു അന്ന് ആ തൊഴിൽ ഏർപ്പെട്ടിരുന്നത്, ബോട്ട് തൊഴിലിൽ. പിന്നെ ധൈര്യവും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവിടുത്തെ മലബാർ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കച്ചവടമാണ് അവരേക്കുന്നത്. അവര് തൊഴിലെടുക്കുന്ന ആളെക്കാളും കൂടുതൽ ഇവിടുത്തെ മുട്ടമണിയും കച്ചവടവും ഒക്കെ ചെയ്തിരുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റി. മറ്റ് കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞത് ഇപ്പൊ ആശാരിപ്പണി, വീട്ടർമണി എന്നൊക്കെ പറയുന്നത് മീൻപിടുത്തം, അത് ക്രിസ്ത്യൻസ് ആണ് ചെയ്യണം. മീൻ കരയിൽ വന്നു കഴിഞ്ഞാൽ വിൽക്കുന്നത് മുസ്ലിംസാണ്. കച്ചവടം മനസ്സെന്ന് പറയുന്നത് അവർക്കാണ്. കോംപ്രമൈസ് ചെയ്യാനും വിട്ടുവീഴ്ച ചെയ്യാനും അപ്പൊ തന്നെ ഒരു കാര്യം സെറ്റിൽ ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു വളരെ പ്രായോഗിക ബുദ്ധിയുള്ള ആളുകളാണ്. മറ്റുള്ളവർക്കൊന്നും അത്ര ഇതില്ല, കൊടുക്കാനും വാങ്ങാനും ഉള്ള സാമൂഹ്യം. അതെല്ലാം മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ നമ്മൾ പഠിക്കേണ്ട സാധനങ്ങളാണ്. ഇതില് നല്ലൊരു ശതമാനം ഒരു സമുദായം തിരിച്ചൊക്കെ പറയുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരായിരിക്കും. പലരും അല്ലാത്ത ആളുകളും ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് അതിൽ ഞാൻ പറഞ്ഞ പോലെ പണം മുടക്കുന്നവരിൽ തൃശ്ശൂരിൽ നിന്ന് ഒരു ക്രിസ്ത്യാനിയായ ഒരാള്, ഒരു ചെമ്പ് വ്യാപാരിയായിരുന്ന ഒരാൾ വരെയുണ്ട്. ആരുടെ പേര് പറയില്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ട് അത് പറയുന്നില്ല. പൈസ ആര് കൊടുക്കുന്ന കോടി പേരായി. എല്ലാവരും സാമ്പത്തികം ഉണ്ടാവില്ല. ഞാനിപ്പോ ഒരു വഞ്ചിയും 10 പണിക്കാരുള്ള മുതലാളിമാരുണ്ട്. അപ്പോൾ ആളുണ്ടാവും. ചില വഞ്ചിയും മുതലാളിമാര് പൈസ കൊടുത്തെടുക്കുന്ന വഞ്ചികളുണ്ടാവും. അവർ വഞ്ചി അടയ്ക്കും, പുറകല്ലിൽ പോകാനുള്ള വഞ്ചി സംവിധാനം ഉണ്ടായി കൊടുക്കും, കപ്പലിൽ പോകാനുള്ള പൈസയും കൊടുക്കും. അപ്പൊ ആ ചരക്ക് കൊടുത്തോണം, അതിന്റെ പെർസെന്റേജ് കൊടുക്കും. ചിലർ സ്വന്തമായി പോകുന്ന 10 പേരും കൂടെ വഞ്ചി വാങ്ങി അവർ സ്വന്തം പൈസ കൊണ്ട് വാങ്ങി കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. പിന്നെ പ്രത്യേകിച്ച് മുതലാളി 1, 2, 3 വ്യക്തികളുണ്ട്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച 100, 200, 250 ആളുകളുണ്ടായിരുന്നു. ഒരാളൊന്നുമല്ല,
അങ്ങനെ ഒരു ബോസ് നമ്മൾ സിനിമയിൽ കാണിക്കുന്ന മാതിരി ഒരു സൂപ്പർ ബോസ് ഒന്നും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ കുറെ ആളുകളാണ് പണം കൊടുക്കുന്നത്. അങ്ങനെ ഒരാള് എന്നിട്ട് ഈ ഒരുപാട് കളർ ലൈറ്റ് കത്തിനും മറ്റേ ബീപ്പ് കാലി പഞ്ചായത്ത് ടയറൊന്നും വെച്ച ഒരാളൊന്നും ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നില്ല. സിനിമാക്കാര് കാണിക്കുന്ന ഒന്നും ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറെ ആളുകളുണ്ടായിരുന്നു. അവരെ വഞ്ചിക്കാർ അവർ നിയന്ത്രിച്ചിരുന്നു. ചിലപ്പോ കപ്പലുകളിൽ ചിലപ്പോ വഞ്ചിക്കാർ പോകുമ്പോ ചില ആളുകൾ പോകണ്ടെന്ന് പറയും. അതൊക്കെ ഓരോരുത്തർക്ക് കിട്ടുന്ന ഇൻഫർമേഷനും ഓരോരുത്തരുടെ മനോഗതി അനുസരിച്ചൊക്കെ ചെയ്യുന്നത് പോലെ അത്രേ ഉള്ളൂ. അത് ഇങ്ങനെ അവസരങ്ങൾ വരുമ്പോ അവർ ഗ്രൂപ്പിനുണ്ടാകും. ഇന്നൊരു കപ്പലുണ്ട്, അതിനകത്ത് തിരക്കുണ്ട്, നമുക്ക് കിട്ടുന്ന വാച്ച്മാനായിട്ടൊക്കെ ഇവിടുന്ന് ആളുകൾ പണിക്ക് കയറുള്ളൂ. അപ്പൊ അവരാണ് ഈ കണക്ഷൻ ഉണ്ടാക്കുന്നത്. കൊണ്ടുവന്നാൽ ചിലപ്പോൾ നിങ്ങളെ വഴിക്ക് കാണുമ്പോൾ നിങ്ങളെ വിളിച്ചോണ്ട് പോകും. ആ കാലഘട്ടത്തിൽ ഒരു കാര്യമുണ്ടല്ലോ, നമ്മള് ചെറ്റമാടി ഈ വാർത്താവിനിമയ സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്ന കാലഘട്ടം. അപ്പൊ ഈ ടെലഗ്രാം വഴിയൊക്കെയാണ് കപ്പൽ വരുന്ന വിവരം തന്നെ, അതായത് തുറമുഖങ്ങൾ ഇപ്പോഴും അറിയപ്പെട്ടിരുന്നു. അപ്പൊ ആ തുറമുഖങ്ങളിൽ ഈ കപ്പൽ വരുന്ന വിവരം നേരത്തെ കൂട്ടി ഇവിടുത്തെ കച്ചവടക്കാരും പമ്പോട്ടുകാരെന്നുള്ളൂ അവര് മനസ്സിലാക്കും. കടലിൽ കപ്പൽ വരുമ്പോ സാറ്റലൈറ്റ് വഴിക്ക് സിഗ്നൽ ഉണ്ട് ഇവിടെ കപ്പലിന്റെ, നമ്മുടെ ഈ നേവി ആ ഭാഗത്തായിട്ട് അതിന്റെ പിടിപ്പിച്ചേക്കുന്നത്. അവിടെ കമ്പിട്ട് കൊടിയിടും, 2 തരം കൊടിയുണ്ട്, കയറാനും ഇറങ്ങാനും. കപ്പൽ കയറണമെന്നുണ്ടെങ്കിൽ ഒരു ചുവപ്പ് ചേർന്ന വെള്ളം കുറിച്ച് തന്നെ കൊടിയിടും. കപ്പൽ പോകണമെങ്കിൽ വൈറ്റും ബ്ലാക്കും കള്ളി കൊടിയുണ്ട്. അതിന്റെ അർത്ഥം കപ്പൽ പോകണമെന്നാണ്. അത് ആ ഫോർട്ട് കൊച്ചി തുരുത്തെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തു നിന്നാണ് ഇവർ രാത്രി ആയി കഴിയുമ്പം 2, 3, 4 മച്ചുവായൊക്കെ ആയിട്ട് വരുന്നത്. അപ്പൊ 4 ടീം ഈ ഷിപ്പിൽ ബിസിനസിന് പോണത് 2 തണ്ട് 2 പേരാ കള്ളിയിലുണ്ടാവും. കപ്പലിൽ ബിസിനസ്സിന് കയറാൻ ചിലപ്പോ 2 or 3 പേരുണ്ടാവും. ഒരു അമരക്കാരൻ നമ്മ 5 പേര് 6 പേരുണ്ടാവും. 5 അങ്ങനെ കപ്പലിന്റെ അടിയിൽ സൈഡിൽ ചെന്നിട്ട് നമ്മ റോപ്പ് എറിഞ്ഞിട്ട് നേരെ കപ്പലിലേക്ക് കയറും. കപ്പലിലേക്ക് കയറി കഴിഞ്ഞിട്ട് നമ്മൾ പൈസ ആയിട്ടാണ് കയറുന്നത്. അന്ന് 2000 രൂപ വലിയ കാശാണ്. 2000 രൂപ ആയിട്ട് കയറി ചെല്ലും. ചില കപ്പലിലേക്കൊക്കെ ചെല്ലുമ്പോ ഓസിന് വെള്ളം വെക്കാം. അത് പല സ്ഥലത്തും ഇങ്ങനെ ഭീകരാക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ട് അവര് പേടിച്ചിട്ടാണ് ഈ ഓസ് വെക്കണം, കള്ളന്മാരാന്നുള്ള ഉദ്ദേശിച്ചത്. നമ്മള് കള്ളന്മാരായിട്ടല്ലോ, നമ്മൾ ബിസിനസിന് വേണ്ടി പോണേ. ഓഫീസർമാരായിട്ട് നമ്മ നേരിട്ട് അങ്ങോട്ട് കയറി ചെല്ലണം. റൂമിലേക്ക് കയറി ചെല്ലലാണ്. റൂമിൽ കയറി ചെന്ന് എന്റെ ഓഫീസർമാര്, ചീഫ് ഓഫീസർ, ക്യാപ്റ്റൻ, ചീഫ് എഞ്ചിനീയർ. ഒന്നിലെ കപ്പലിന്റെ ബോസ്മാൻ ഉണ്ട്. ബോസ്മാൻ എന്ന് പറഞ്ഞാൽ ഡാക്ക് മുതൽ സ്റ്റോർ മുതൽ അവന്റെ കയ്യിലാണ്. അല്ലെങ്കിൽ ചീഫ് എഞ്ചിനീയർ, എഞ്ചിൻ കംപ്ലീറ്റ് അവന്റെ കയ്യിലാണ്. ചീഫ് ഓഫീസർ എടുത്തു പോയിട്ട് വല്ല സ്ക്രാപ്പ് വല്ലതും ഉണ്ടാനൊക്കെ ചോദിക്കും. ഹിന്ദിയാണെങ്കിൽ ഹിന്ദിയിലാണെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ സംസാരിക്കും. ഇത് കപ്പലിൽ പോണെന്ന് പറഞ്ഞാൽ ഞങ്ങള് ഈ കുറുകളായിട്ട് സംസാരിച്ചു. ഇന്ത്യൻ കുറുകളാണെങ്കിൽ ഇന്ത്യൻ കുറുകളായിട്ട് സംസാരിക്കും, വിദേശികളാണെങ്കിൽ വിദേശികളോട് സംസാരിക്കും. അവർക്ക് നന്നായിട്ട് റഷ്യൻ അറിയാം, ജർമ്മനി അറിയാം, ഇംഗ്ലീഷ് അറിയാം, ഹിന്ദി അറിയാം, അറബി അറിയാം. ഇവർക്ക് വലിയ ഡിമാൻഡാ. കാരണം ഓരോ ഷിപ്പ് വരുമ്പോഴും ഇവരെ വിളിക്കും. ഇവരാണ് ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. പിന്നെ അല്ലാത്ത ആൾക്കാര് അവർ കുറച്ച് ആംഗ്യവും അത്യാവശ്യം കൂടി ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് സംഭവം മാനേജ് ചെയ്യും, സംസാരിച്ച്. ഈ റോപ്പും സാധനങ്ങളൊക്കെ ചീഫ് ഓഫീസറെ കസ്റ്റഡിയിലാണ് അതൊക്കെ. പിന്നെ ചീഫ് എഞ്ചിനീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിൽ പെട്ട ആൾക്കാരാണ്. അപ്പൊ ഈ ബ്രോക്കൻ ഉണ്ടാവും, സ്റ്റോർ നിറച്ച് ബ്രോക്കൻ ആയിരിക്കും, ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ബ്രോക്കൻ. അപ്പൊ നമ്മൾ അന്നത്തെ അതനുസരിച്ച് വില പറയും, 1 കിലോത്തിന് ഇത്ര. അപ്പൊ അവൻ പറയാ തരാം ഒരു 100 കിലോ. അപ്പൊ ആ 100 കിലോത്തിന് അവർക്ക് $1 കൊടുക്കും. അപ്പൊ അതിനകത്ത് പെയിന്റ് ഉണ്ടാവും, ഇരുമ്പ് പാറ്റേക്കണ ചെമ്പും വെച്ചുള്ള ഉണ്ടാവും, വടമുണ്ടാവും, റോപ്പ് ഉണ്ടാവും. ഇതൊക്കെ കുറച്ച് എടുത്തിട്ട് അവര് കൊടുത്ത് കാശ് പഠിക്കും. അതിൽ ചില ക്യാപ്റ്റന് പങ്കുണ്ടാവും, ചീഫ് ഓഫീസർ പങ്കുണ്ടാവും, ബോസ് പങ്കുണ്ടാവും, ചില കൂടുകളുണ്ടാവും, അത് പഠിക്കാറുണ്ടാവും. ഇതൊക്കെ അവരുടെ ജീവിതത്തിന് കണക്കാക്കിയിട്ടുള്ള ബിസിനസ് ആയിട്ട് അതൊക്കെ അങ്ങനെ പലക മുതലിങ്ങൾ ഒരുപാട് സാധനങ്ങൾ, ബാങ്കിങ് മുതലുണ്ട്, ഈ കപ്പലിനകത്തുള്ള പല സാധനങ്ങളും കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇതിനിടയിൽ അപൂർവമായിട്ട് ഇതിൽ കളവ് നടത്താൻ പോയിരുന്ന വേറെ സംഘങ്ങൾ അപൂർവമായി 1-2 സംഘങ്ങൾ ഉണ്ടായതായിട്ട് കിട്ടും. അവര് ഇതുപോലെ കച്ചവടം ചെയ്യാൻ പൈസ ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഈ പൈസ നഷ്ടപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത പണി ഇവർക്ക് വേറെ പണിയൊന്നും അറിയാൻ പാടില്ല. ഒരു പണിക്കും പോവില്ല. ഈ കപ്പലിൽ പോകുന്ന കപ്പലിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. അവൻ വേറെ ഒരു പണിക്കും പോവില്ല. പിന്നെ അവൻ കപ്പലിൽ കക്കാൻ ചെയ്യും. അങ്ങനെ പുറംകടലിലും പോവും, ഇവിടെ ബർത്ത് ചെയ്യപ്പെടുന്ന കപ്പലിലും അവർ ചേരും. കട്ട് വരുന്നതിൻ്റെ അതൊരു ഇത് പറഞ്ഞു വെച്ചാൽ എല്ലാത്തിനും ഇൻഷുറൻസ് ഉണ്ട്.
അപ്പൊ ഒരു സാധനം കളവ് പോയാൽ ഇൻഷുറൻസ് കമ്പനി കൊടുത്തോളും. കയറ്റി അടക്കുന്ന ആൾക്കും കിട്ടേണ്ട ആൾക്കാർക്കും നഷ്ടമില്ല. കട്ടുകൊണ്ട് തന്നെ അവന് ഈ സാധനം മാർക്കറ്റിൽ കൊണ്ടുവന്ന 100 രൂപയുടെ സാധനമാണെങ്കിൽ 75 രൂപക്ക് വിറ്റാലും ഇത് ഫോറിൻ ഫുഡാണെന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ വിറ്റ് പോകും. അവർക്ക് പലപ്പോഴും തലവേദന ആയിട്ടുണ്ട്. പക്ഷെ അവർ ഇവരേക്കാൾ മിടുക്കന്മാർ സാഹസികരുമായി. അപ്പൊ ഈ തരത്തില് അതിന് മറ്റ് ഒരു കളവ് ഇതിന്റെ ഒരു ഭാഗമായിട്ട് പിൽക്കാലത്ത് വന്നു. അത് ഇതിനൊരു ഒരുപാട് ചീത്തപ്പേര്, ഒരുപാട് സംഭവം ഉണ്ടായിരുന്നു. ബമ്പോട്ട് ഒറിജിനലായിട്ട് മറ്റേ ലെവലിലാണ് നടന്നുകൊണ്ടിരുന്നത്. അതായത് ഇപ്പൊ ഫോർട്ട് കൊച്ചി കേന്ദ്രീകരിച്ച് നമ്മള് പറയുമ്പോ കാലത്ത് ഇങ്ങനെ പല പേരുകളിൽ ചെകുത്താൻ പോയ രാത്രി ഇരുട്ടായിട്ട് ഇവരെ കറുത്ത മോഹണെങ്കിൽ ചെകുത്താൻ പോയ, അങ്ങനെ ഒരു നിക് നെയിമിലാണ് ഇവർ അറിയുന്നത്. ഒരു നസീർ, പിന്നെ ജപ്പാനിൽ അവന് ചോറുമമ്മാലി ഇവരൊക്കെ ആയിരുന്നു അന്നത്തെ ആൾക്കാർ. ഇലക്ട്രിക് ഹംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അടിക്കുന്ന പോലെയാണ് ഇവന്റെ കയറ്റം ഇറക്കം എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മളൊക്കെ ഒരു കിങ് ഉണ്ടായിരുന്നു, ബഷീർ കാക്കി ബഷീർ എന്ന് പറയും. അത് പോലീസിനും പേടിയാണ്, കസ്റ്റംസിനും പേടിയാണ്, CSF ആർക്കും പേടിയാണ്. എല്ലാരും മാറി നിന്ന് വരും. പോലീസ് പോട്ട് കണ്ട പൊയ്ക്കോ ശരി പൊയ്ക്കോ, 6 കുട്ടികളുള്ള മഷാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ധൈര്യത്തിന് കപ്പലിൽ കയറിയാൽ നമുക്ക് ധൈര്യമാണ്, എന്തും ചെയ്യും. ബംബോട്ട് ബഷീർ 01. മോനേടാ ഒച്ചെടുക്കല്ലേ ചോദിച്ചു. കാക്കി ബഷീർ എന്നുള്ള ഞാനൊരു കാക്കി ബഷീർ എന്ന ഫേമസ് ആളായിരുന്നു. പുള്ളി കളവായിരുന്നു, പിന്നെ സ്മഗ്ലിങ്ങും ചെയ്യുമായിരുന്നു. 17-18 വയസ്സായപ്പോൾ സ്മഗ്ലിങ്ങില് മുസ്തോംസ് എന്ന് പറഞ്ഞാലുണ്ട്, അയാൾ രണ്ടു വലിക്കാൻ വേണ്ടി പോയി. കുറച്ച് നാൾ അവിടെ നിന്ന് പിന്നെ ഒറ്റക്കായി കുറച്ച് നാളായപ്പോൾ ഞാൻ പങ്കര കൂട്ടി, പിന്നെ കപ്പലിൽ കയറി കളവായി. കളവ് തന്നെ പിന്നെ കപ്പലിൽ കയറി സാധനങ്ങൾ കണ്ടെയ്നർ പൊട്ടിക്കും, സാധനങ്ങൾ വെക്കും, ഇങ്ങനെ പരിപാടി. ഈ കാക്കിന്ന് പേര് വരാൻ കാരണം പുള്ളി അന്ന് ലോക്കൽ സബ് ഇൻസ്പെക്ടറെ തല്ലി എന്നാണ് പറയുന്നത്. പേര് കിട്ടുകയും പോലീസിനെ തല്ലണം. SI തല്ലിയവൻ എന്ന് പറയുമ്പോൾ ഒരു പേരാണ്. അങ്ങനെ പോലീസിനെ വിളിച്ചിട്ട് തല്ലി നടന്ന ആളുകൾ കുറെ പേര് നമ്മുടെ കൊച്ചിയിലുണ്ടായിരുന്നു. അപ്പോൾ കാക്കി ബഷീർ അങ്ങനത്തെ ആളായിരുന്നു. പുള്ളിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ പുള്ളിയുടെ മദർ ജീപ്പിന്റെ മുമ്പിൽ വട്ടം നിന്നപ്പോ ഈ SI മദറിനെ തള്ളി, ലാത്തി കൊണ്ട് ഇങ്ങനെ കൈകൊണ്ട് തള്ളിയപ്പോ മദർ മറിഞ്ഞു വീണു. അപ്പൊ അങ്ങനെ അവന്റെ മുമ്പിൽ വെച്ച് തള്ളയ പോലീസ് ചവിട്ടുകാരനും ചവിട്ടി കഴിഞ്ഞപ്പോ അവൻ പോലീസുമായിട്ടുള്ള നേരിട്ടൊരു മുട്ടലുണ്ടായതാണോ? പക്ഷേ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ആവശ്യം പറയാനുള്ള അധികാരം പോലീസിനുണ്ട്. യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ SI വിമലിനെ പോലീസുകാർ ഉരുട്ടിക്കൊന്നത് മദ്യലഹരിയിലാണ്. ചടയമംഗലത്ത് വയോധികന് നടുറോഡിൽ പോലീസിന്റെ മർദ്ദനം. പോലീസ് വിദ്യാർത്ഥിയെ മർദ്ദിച്ചു. പോലീസ് നടുറോഡിൽ വെച്ച് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് സാനീഷ് പറയുന്നത്. ഇപ്പൊ ജനങ്ങളുടെ മുമ്പിൽ അന്ന് പോലീസ് ഭയങ്കര വില്ലനാണ്. അപ്പൊ ആരെങ്കിലും പോലീസിനെ തല്ലിയെന്ന് പറഞ്ഞാൽ പിന്നെ വീരാരാധനയാണ്. ആ വ്യക്തിയോട് ഭയങ്കരമായിട്ട് അയാൾ ഇങ്ങനെ ആരാധിക്കുന്ന ആളുകളായി. തല്ലിയുണ്ട്. ഉലഹൻ SI ഐലൻഡ് അന്നിങ്ങനെ ജെയിംസ് ആണ് ഇരിക്കുന്നത്. ഐലൻഡ് CI ആയിട്ട്. അങ്ങനെ കാക്കി ബഷീർ, കാക്കിയിട്ട യൂണിഫോമിന്റെ തല്ലിയോണ്ടാണ് കാക്കി ബഷീർ എന്ന പേര് വന്നത്. അങ്ങനെ എല്ലാ പേരിനും ഒരു നിക് നെയിം ഉണ്ട്. ഇപ്പൊ ഞാൻ കപ്പലിൽ കയറിയിട്ട് ആരെങ്കിലും ഉണ്ടെന്ന് നോക്കും. നോക്കിയിട്ട് മറ്റൊരു വിളിക്കും, കയറി വരാൻ പറയും. കയറി വരും, ഇടിക്കുറക്കും, ഇടിക്കൊന്ന് ഇറങ്ങാൻ പറയും. ഇറങ്ങിയിട്ട് വല്ലതും ഉണ്ടെന്ന് നോക്കാൻ പറയാം. ഞാൻ ആളെ നോക്കാൻ നിൽക്കും. എൻ്റെ കയ്യിൽ കത്തിയുണ്ടാവും. ഞാനത് ആദ്യം വന്നു കഴിഞ്ഞാലും അതിനകത്തേക്ക് ഇറക്കി കൊടുക്കും ആളെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തു വന്ന് കെട്ടി മണ്ണിൽ തോണിലേക്ക് ഇറക്കും, മച്ചൂരേക്ക് ഇറക്കും. അയാൾക്കുന്ന രീതി വളരെ റിസ്കി എന്ന് പറയുന്ന സാഹസമാണ്, വലിയ സാഹസമാണ്. പുറംകടലിലെ ആങ്കർ നിൽക്കുന്ന ഷിപ്പിന്റെ ചെയിൻ, ആങ്കർ ചെയിൻ, ആ ചെയിനിൽ കൂടി
തൂങ്ങിയിട്ട് ആ കള്ളക്കടത്ത് നടത്തുന്ന വ്യക്തിയുടെ പുറത്ത് പ്രത്യേകമായി ഡിഫൈൻ ചെയ്ത ഡിസൈൻ ചെയ്ത ബെൽറ്റ് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഈ വള്ളത്തിലേക്ക് ഷിപ്പിൽ നിന്നും ഈ സാധനങ്ങൾ ഇറക്കുന്നത്. ഈ കയ്യങ്ങാൻ വിട്ടാൽ കെട്ടിത്താത്തി പോലെയുള്ള അത് പമ്പോട്ട് കച്ചവടത്തിനോട് ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ഒരു റിസ്ക് പിടിച്ച പണിയാണ്. പക്ഷെ ജീവിക്കാൻ മാർഗമില്ലാത്തതിന്റെ മുകളിൽ അന്ന് പറഞ്ഞാൽ വേറെ തൊഴിലൊന്നുമില്ല, ഇത് തന്നെയാണ്. കപ്പലായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ കപ്പലിന്റെ അടുത്തോട്ട് അടച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ഫിലിമിലൊക്കെ കാണുന്നമാതിരി പിന്നെ മഞ്ച് വലിച്ചിട്ട് കൂട്ടമായിട്ട് 5-10 മഞ്ച് ഇങ്ങനെ പോണിന് കപ്പൽ പോകണം. നമ്മൾ പോയിന്റ് കൊടുത്തത് എത്താനായപ്പോ ഒരു പയ്യൻ ചിരിഞ്ഞു വീണു. പക്രു എന്നാണ് പേര്, പക്രു. അവൻ വീണ് കിട്ടിയില്ല. മഞ്ച് വലിച്ചോണ്ടിരിക്കുമ്പോഴാണ്. പക്ഷെ പിറ്റേന്ന് കപ്പലവിടുന്ന് കപ്പലടിച്ച് മാറിയതിനു ശേഷമാണ് ഈ സാധനം മുകളിട്ട് പൊന്തിയത്. ഈ കുരിക്കള് കാലതും ഫ്രെഡറിക്കും ഒക്കെ മരിച്ചത് എങ്ങനെയാണ്? അവരെ കപ്പലിലെ കുറു തലക്കെട്ടടിച്ച് വെളുത്തിട്ടാണ്. ഫ്രെഡറിക്കിനെ അതെ, കുരിക്കള് തന്നെയാണ്. ഈ 2 മരണം സംഭവിച്ചത് അങ്ങനെയാണ്. കപ്പലിൽ കുറു തല്ലിക്കൊന്ന് വെളുത്തിട്ട്. പിന്നെ അങ്ങനെ ഒരുപാട് മരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപകടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. കപ്പലിന്റെ അടിയിലേക്കൊക്കെ പോകും. മഞ്ചി കപ്പലിലെ വെട്ടൊക്കെ ഇടുന്നപ്പോ പോപ്പുലർ അടിച്ചിട്ട് പലക പൊട്ടിയിട്ട് ആള് ഭയങ്കര രീതിയിലേക്ക് വട്ടായി പോകുന്നുണ്ടോ. കപ്പലിൽ പുറംകടലിൽ പോയപ്പോഴത്തേക്ക് അയാള് ഇത് ചെയ്തു. മോളിൽ നിന്ന് അറ്റാക്ക് വന്നപ്പോ റോപ്പിൽ പിടിച്ച് കയറണമത്തെ അവിടെ താഴ്ത്തു പോയി. വീണ്ടും വാര്യന്റെ കുത്തി ലങ്സിൽ കയറി മരിച്ചായിരുന്നു. ഈ എവിടെ പോയ വഞ്ചിയുടെ സൈഡിലാണ് വന്ന് വീട്. ഇത് വളരെ അടുത്ത ഒരു സുഹൃത്തായിരുന്നു. ഒരുപാട് കാലം ബന്ധമുള്ള ഒരാളായിരുന്നു. അത് ഞങ്ങള് കുക്കറിന് കയറി സംസാരിച്ചു. കസ്റ്റംസ് വന്നു കഴിഞ്ഞപ്പോ ഇറങ്ങാൻ പറ്റാണ്ടായി കഴിഞ്ഞിട്ട് 2 പേര് വെള്ളത്തിൽ ചാടി. ഒരാള് റോപ്പും പിടിച്ചിറങ്ങുമ്പോ തന്നെ റോപ്പ് പൊട്ടിയിട്ട് നേരെ വഞ്ചിയിലൊന്നും വീണിട്ടുണ്ട്. അത് എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവർക്ക് അവരുടെ തൊഴിലാണ്, അവരുടെ ജീവിതമാണ്. അപ്പൊ അവരിങ്ങനെ എല്ലാവരും പേടിച്ചുകൊണ്ടിരിക്കും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ നിൽക്കുള്ളൂ. കാലഘട്ടത്തിൽ കസ്റ്റംസ് ബോട്ട് വന്നിട്ട് 2 ബോട്ടുണ്ട്. കസ്റ്റംസിന്റെ പോലീസിന്റെ ഒരു ബോട്ടുണ്ട്. ആ ബോട്ടുകൾ വന്നാൽ അവർക്ക് ഡ്യൂട്ടി ടൈമിൽ അവർ വന്ന് കറങ്ങി പോകും. വന്ന് കറങ്ങി പോയിട്ട് മട്ടാഞ്ചേരി പാർക്കിലാണ് കപ്പലെന്നുണ്ടെങ്കിൽ അവർ എറണാകുളം പാർക്കിലേക്ക് പോണവരെ നിൽക്കും. എറണാകുളം പാർക്കിലേക്ക് ബോട്ടടിച്ച് പോയി കഴിയുമ്പോൾ നമ്മൾ ചെന്ന് കപ്പലിലേക്ക് തന്നെ കയറും. പോലീസ് പെട്രോളിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പോലീസ് ബോട്ടിന്റെ ഒരു പെട്രോളിംഗ് ഒക്കെ ഉണ്ടായില്ല. ഹാർബർ വാട്ടർ പോലീസ് വാട്ടർ സംവിധാനം വന്നു. പിന്നെ അപ്പൊ അവർ വെള്ളത്തിന്റെ പ്രത്യേക ചുമതല ഇപ്പൊ കോസ്റ്റൽ പോലീസ് വഴിയാണ്. അതൊക്കെ ഈ പോലീസിന്റെയും പിന്നെ കസ്റ്റംസിന്റെയൊക്കെ പെട്രോളിംഗ് സമയം ഇവർക്ക് അറിയാൻ പറ്റും. ഇപ്പൊ പോലീസിന്റെ പെട്രോളിംഗ് സമയം എന്ന് പറഞ്ഞാൽ രാത്രി 12 മണി കഴിഞ്ഞാൽ. അപ്പൊ ഓരോ സമയത്തും പോലീസ് എവിടെയൊക്കെ ചെന്നില്ലോ എന്ന് അവർക്കറിയാൻ പറ്റും. ലോഡ് ലൈറ്റ് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും കസ്റ്റംസിന്റെ ആണെന്നുള്ളത്. അപ്പൊ അത് കാണുമ്പോഴത്തേനൊക്കെ നമ്മ സാധനങ്ങൾ ഇറക്കി പോരും. അപ്പൊ സിഗ്നലുണ്ട് നമുക്ക്. അപ്പൊ കപ്പലിൽ 2 ആള് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വഞ്ചി കൊണ്ടൊന്ന് പുറത്ത് മാറ്റിയിടും. അപ്പൊ ഞങ്ങൾ തീപ്പെട്ടിക്കൊള്ളി വെറുതിടും. തീപ്പെട്ടിക്കൊള്ളി വെറുതിടുമ്പോ വഞ്ചി വരും. വഞ്ചിയിലേക്ക് സാധനം ഇറക്കി കൊടുക്കും. ആ റോപ്പുമ്പോൾ കൂടി തന്നെ നമ്മ ഇറങ്ങും. ഇറങ്ങി വലിച്ചു പോകും. പോലീസ് അന്ന് ഓർഗനൈസ് ആയിരുന്നില്ല. മറൈൻ പോലീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് കസ്റ്റംസ് തന്നെ ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കസ്റ്റംസിന് നല്ല ബോട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കാലക്രമേണ സ്പീഡ് ബോട്ടിൽ വന്നു തുടങ്ങി. അതിനു മുമ്പ് സാധാരണ മോട്ടോർ ബോട്ടുകളായിരുന്നു കസ്റ്റംസിനുണ്ടായിരുന്നു. അപ്പൊ അത് ഓടിയെത്താൻ വിളിക്കുന്ന സമയത്ത് ഇവര് സത്യത്തില് വളരെ വെളുപ്പിനൊക്കെ പോവുകയും അതിന്റെ സമയം അനുസരിച്ച് പോകുകയും മാറി കിടക്ക് പന്നി ചെല്ലുകയൊക്കെയാണ് ചെയ്യുക. കാലക്രമേണ പിന്നെ കസ്റ്റംസ് സ്പീഡ് ബോട്ടിൽ ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ന്യൂസിലാൻഡിൽ നിന്ന് നോർവേയിൽ നിന്നെല്ലാം ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോ അതുവരെയും ഈ ബോട്ടുകാരനെ പിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പോലീസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കസ്റ്റംസുകാർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവര് ചരക്കൊക്കെ വെള്ളത്തിൽ മുക്കും, കായലിൽ മുക്കും. കായലിൽ മുക്കെന്ന് വെച്ചാൽ കായല് ചെറിയ കുളം പോലുള്ളൊന്നും അല്ലല്ലോ. ഒന്നിലും കിട്ടും, അല്ലെങ്കിൽ പോവും. അല്ലെങ്കിൽ വലിയ വലിയ വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ മുങ്ങക്കാരെ കൊണ്ടുവന്നിട്ട് അത് മുങ്ങിയെടുക്കലാണ്. മുളക്ക് കുത്തിയിട്ട് അവര് മുങ്ങി നമുക്ക് എടുത്തു തരും. അവർക്ക് അതിനുള്ള കാശ് കൊടുക്കും. അല്ല, ഒരുപാട് സാധനം പിടിച്ചും പോയിട്ടുണ്ടേ. ഞാൻ പറഞ്ഞത് ഈ
പാത്രത്തിനും തുണ്ടിനും ഇടയിൽ വെച്ച് നഷ്ടപ്പെടുന്ന ഒരുപാട് സാധനമുണ്ട്. അവർ ഇറക്കിക്കൊണ്ട് വരുമ്പോഴേക്കും ചിലപ്പോൾ പിടിക്കും, ചിലപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ പിടിക്കും. അതിൽ ചിലതൊക്കെ അവർ പിടിച്ചൊക്കെ എടുക്കും, ചിലതും കാശ് കൊടുത്ത് അവർ കോംപ്രമൈസ് ചെയ്യും. അതിനുള്ള പ്രായോഗിക ബുദ്ധി അതാത് നിമിഷത്തിൽ ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് ഈ കച്ചവടത്തിന് പോകണം. അവർക്ക് കണക്ഷൻസ് ഉണ്ടാവും അവിടെയൊക്കെ. കസ്റ്റംസ് തൊട്ട് വിളിച്ച് 500 കൊടുക്കും. കസ്റ്റംസ് അടിച്ച് പോലീസ് അടിക്ക് കാശില്ല. അത് കണ്ടിട്ടില്ലല്ലേ? കളവ് സാധനമാണ് പോലീസ് പിടിക്കുന്നത്. കസ്റ്റംസ് പിടിക്കുന്നതാണ് സ്മഗ്ലിംഗ് സാധനം. അത് വിസ്കി ഉണ്ടാവും, സിഗരറ്റ് ഉണ്ടാവും, അങ്ങനെ പല സാധനങ്ങളും, ഫോറിൻ സാധനങ്ങളെല്ലാം ഉണ്ടാവും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കസ്റ്റംസിന്റെ പണിക്കാരുണ്ടാവും, ബോട്ട് ഓട്ടിക്കുന്ന ആൾക്കാർ. അവരോട് പറയും കുറച്ച് നേരത്തേക്ക് അപ്പുറത്തേക്ക് പോയിക്കോന്ന് പറയുമ്പോൾ അവരവിടെ അടിച്ചു പോകും. ഓഫീസർമാരുണ്ട്, ചില ഓഫീസർമാർ മേടിക്കും പൈസ, ഓഫീസർമാർ മേടിക്കൂല. കച്ചവടക്കാരെ കപ്പലിൽ കയറാൻ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. കാരണം സർക്കാർ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞിട്ട് തന്നെയാണ് ഒരാള് കപ്പലിൽ കയറി ചിലപ്പോൾ വല്ല വിസ്കിയോ സിഗരറ്റോ ഒക്കെ അവിടെ നിന്ന് മേടിക്കുന്നതിന് പോലീസിന് പ്രവേശനം എന്നും പറഞ്ഞൊരു ഫീസൊക്കെ കൊടുത്തിട്ടാണ് അവർ കയറുന്നത്. പോലീസ് പ്രവേശനം കൊടുത്തിട്ടാണ് പോണത്. അപ്പൊ സാധനം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലീസ് ഓട്ടിനെ കൊണ്ടൊന്ന് കാണിക്കണം, എന്താ അവര് നോക്കും. കൂടുതലാണെങ്കിൽ സാറേ പണിയുണ്ട് കൊണ്ടിട്ട്, അപ്പൊ 2 പോലീസുകാരെ ഇവിടെ ഇറക്കി എണ്ണ കൊടുക്കാൻ. ഇങ്ങനെ ഒരു കേസ് പിടിച്ച് കഴിഞ്ഞപ്പോ ആ കേസിൽ ഉൾപ്പെട്ട ബോട്ടുകാരൻ നമ്മൾ ദേഹപരിശോധന നടത്തി. അപ്പൊ ദേഹപരിശോധന എത്തിയപ്പോൾ ഒരാളുടെ കയ്യിലൊരു സ്ലിപ്പുണ്ട്, ഒരു ലിസ്റ്റ്. അപ്പൊ അതിൽ എഴുതിയിരുന്നു എൻട്രി ഫീസ് ഫോർ CISF, എൻട്രി ഫീസ് ഫോർ ആർമർ പോലീസ്, എൻട്രി ഫീസ് ഫോർ പോർട്ട് ടെസ്റ്റ്. പിന്നെ എഴുതിയിരുന്നു ഫീ ഫോർ കസ്റ്റംസ് ലോഞ്ച്. ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് ഇവര് എമൗണ്ട് കൊടുത്തതായിട്ടുള്ള സ്ലിപ്പ് കാണുന്നു. ഇതൊക്കെ പാവപ്പെട്ടവരല്ലേ, ജീവിച്ചു പോകട്ടെ. ഒരു കാർട്ടൺ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ കാർട്ടൺ സിഗരറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരത് പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും മെച്ചം കിട്ടും. അത് മോഷണമല്ല, കപ്പലിലെ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് അവർ മേടിച്ചോണ്ട് വരുന്നതാണ്. ഒരു കുപ്പി ബ്രാൻഡി കുപ്പി ആണെങ്കിൽ, ഒരു വിസ്കി കുപ്പി ആണെങ്കിൽ ഒരു കുപ്പിക്ക് കസ്റ്റംസിന് 50 പൈസ, പോലീസിന് 50 പൈസ, അങ്ങനെ വിഹിതമുണ്ട്. അതുകൊണ്ട് ഇവര് സപ്പോർട്ടിങ് ആണ്, പോലീസും കസ്റ്റംസും സപ്പോർട്ടാണ് ഈ സ്മഗ്ലിംഗ്. അവർക്ക് പൈസയല്ലേ വലുത്, അവർക്ക് വേറെ ഒന്നും ആവശ്യമില്ല. ഉദ്യോഗസ്ഥന്മാരാകുമ്പോ തലപ്പത്താണെങ്കിൽ കാശും കൊണ്ട് കൊടുക്കണം, കുപ്പിയും കൊണ്ട് കൊടുക്കണം, സിഗരറ്റ് വലിക്കണേ സിഗരറ്റും കൊടുക്കണം. പോലീസുകാർക്കാണ് ഈ മട്ടാഞ്ചേരി സ്റ്റേഷൻ കിട്ടുക, ഫോർട്ട് കൊച്ചി കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ലോട്ടറിയാണ്. അത്രയും അതിപ്പോ ഒരു 30 മെയിൻ കച്ചവടക്കാരുണ്ടെങ്കിൽ ഈ ഓരോ കച്ചവടക്കാരുടെ ഇവന് മാസപ്പടി കിട്ടുകയാണ്. പോലീസിന്റെ ഒരു ഏട് ഉണ്ടായിരുന്നു ഇവിടെ, മുതലാളിയാണ് പഞ്ചിന്റെ ആ കാലഘട്ടത്തിൽ, പേര് പറയൂല, പഞ്ചിന്റെ മുതലാളിയാണ് കടലിലൊക്കെ കാശ് കൊടുത്തത്. അപ്പൊ അന്നത്തെ ഒരു CI അങ്ങയുടെ കുട്ടികളെ പിന്നെ ഡെൽറ്റ സ്കൂളിൽ പിന്നെ പറഞ്ഞു വിട്ടിരുന്നത് ഒരു കള്ളക്കടത്തന്റെ കാറിലാണ്. അതൊരു റെസ്പെക്റ്റബിൾ ജോലിയായിട്ട് തന്നെ കണ്ടോണ്ടിരുന്ന എല്ലാവരും. അതിനൊരു ഭഷ്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയില്ല എൻ്റെ അനിയൻ മമ്പോട്ടുകാരൻ അല്ലെങ്കിൽ എൻ്റെ മകളെ വിവാഹം കഴിക്കുന്ന ആൾ മമ്പോട്ടുകാരനാണെന്ന് പറയുന്നതിന് ഒരു മടി മാറ്റിക്കൂലായിരുന്നു. ഇതൊരു പരമ്പരാഗത തൊഴിൽ പോലെ. ഒരു അച്ഛൻ അവന്റെ മകൻ ഒരു 10-15 വയസ്സാകുമ്പോഴേക്കും ഇവനെ വന്നിട്ടുണ്ട്. കാരണം ഈ ഷിപ്പിലൊക്കെ കയറാൻ കുട്ടികൾക്ക് അറിഞ്ഞിട്ടുള്ളൂ എക്സ്പെർട്ട്. ഇത് അങ്ങനെയുള്ള കുട്ടികളല്ലാണ്ട് ഒന്നും അറിയാൻ പാലത്തവരല്ല, ഒരു ട്രെയിൻ ചെയ്തെടുത്ത ആൾക്ക് കുട്ടികളുണ്ടാവും. അപ്പൊ ഇതൊരു കുലത്തൊഴിൽ പോലെയാണ് പിന്നീട്. പക്ഷെ ഈ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്ന സ്ത്രീകൾ തന്നെയാണ് പറഞ്ഞത്. ഇവിടെ മട്ടാഞ്ചിയെ കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ സ്ത്രീകളൊക്കെ തന്നെയാണ് സൂക്ഷിച്ചിരുന്നത്. എപ്പോഴും ഈ സാധനങ്ങളൊക്കെ നിൽക്കുന്നത് വീട്ടിലാണ്. അപ്പൊ വീട്ടുകാര് പൊതുവെ പെണ്ണ് ലേഡീസ് ഒക്കെ ആ ഒരു ഭർത്താവിന്റെ ഒരു കച്ചവടം എന്ന നിലക്ക് അവരതില് സപ്പോർട്ട് ചെയ്യും. പോലീസായാലും ശരി, ഇവരുടെ ഓരോ വീടുകളിൽ ചിലപ്പോ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോയി കഴിയുമ്പോ ഇവര് ഇല്ലാത്ത കോലാഹലം ഉണ്ടാക്കുമായിരുന്നു. അവര് വെട്ടുകത്തി എടുക്കും. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ അവർ ഉടുപ്പൊക്കെ വലിച്ചു കീറിയിട്ട് അവരെ ദേഹോദരം ചെയ്യാമെന്നൊന്നും പറഞ്ഞ് അവർ കിടന്നുകൊണ്ട് ഒച്ച ഉണ്ടാക്കും. അപ്പൊ പരിസരത്തുള്ള ആൾക്കാരൊക്കെ ഓടിക്കൂടും. ഇന്ന് പോലീസിനൊക്കെ സ്ട്രെങ്ത് വളരെ കുറവാണ്. അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും പോലീസിന് പിൻവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ പോലീസ് താഴുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസം.
അപ്പൊ നിങ്ങളോട് ഞാൻ പോലീസായിട്ട് വരില്ലായിരുന്നല്ലോ. അതല്ല കാരണം, പോലീസ് താന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും ക്രിമിനൽസ് പൊങ്ങും. ക്രിമിനൽസ് പൊങ്ങിയിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരായ വ്യക്തിക്ക് രാത്രി പോയിട്ട് പകല് പോലും പുറത്തേക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സർക്കിൾ ഇൻസ്പെക്ടറിനൊക്കെ സ്കോഡുണ്ട്. ഇത്തിരി കൂടി മെച്ചൂരിറ്റി വന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സെലക്ട് ചെയ്തിട്ട് അവരാണ് ഇതിൻ്റെയൊക്കെ, അവരിങ്ങനെ മഫ്തിയിൽ പല സ്ഥലത്ത് നടന്ന് പല ആൾക്കാരുടെ മൂവ്മെന്റ് വാച്ച് ചെയ്ത് പിന്നെ ഷിപ്പൂരിലേക്ക് പോണ സമയം ഇതൊക്കെ ഈ പോലീസുകാർക്കും ഉണ്ടാവും ഏജന്റ്. അവർക്കുള്ള പോലെ പോലീസുകാരും ആരെങ്കിലൊക്കെ ഇവരുടെ കൂട്ടത്തിലുള്ളവരെ തന്നെയൊക്കെ അങ്ങനെയാണ് ഇതിന്റെ രഹസ്യ വിവരം കിട്ടുന്നത്. ഈ മട്ടാഞ്ചേരിയിൽ ഒരു വിഭാഗമുണ്ട്, അവർക്ക് എന്ത് കിട്ടിയാലും ഈ തോണിപ്പുറത്തിരുന്നിട്ട് ഈ കഥ പറയും. അപ്പൊ ഇവിടെ ഉള്ള പോലീസ് കംപ്ലീറ്റ് അറിയും. ഈ വെള്ളം അടിച്ചിരിക്കുമ്പോൾ പറയും, എടോ ഇന്നലെ മറ്റേ കപ്പലി പോയിട്ടില്ലാതെ കിട്ടിയിട്ടാ, അത് തെറിവ് കിട്ടിയ അതല്ല മറ്റേ ഇങ്ങനെ വെള്ളം അടിച്ചിട്ടൊക്കെ പറയും. അത് കേൾക്കുന്നവരും നമ്മളോട് പറയും. ചില വ്യക്തികൾ ഈ രാത്രിയിൽ വലയോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ മട്ടാഞ്ചേരി നിന്നൊക്കെ തന്നെ വഞ്ചിയിലും മച്ചിയിലൊക്കെ പോകുമ്പോൾ തന്നെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്നുണ്ട്. അതിന്റെ ബേസ് ആയിട്ട് അവർ വാച്ച് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. പോലീസ് ഏതെങ്കിലും തരത്തിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ രാഷ്ട്രീയക്കാർ വരും. രാഷ്ട്രീയക്കാരാണ് പിന്നെ അവരുടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നതും. ആ കാലഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച രാഷ്ട്രീയക്കാരിൽ തന്നെ ചെല്ലും. അന്ന് കോൺഗ്രസ് ആണ് തിളങ്ങി നിന്നിട്ടുള്ളത്. എന്തെങ്കിലും പയ്യാബിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും കോൺഗ്രസ്സുകാരുടെ ചെന്ന് നേതാക്കന്മാരെ ചെന്ന് അവർ വിളിച്ച് പറയും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോഴും കളവിലൊന്നും കൂട്ടിവെക്കൂല. ഇതിൽ ബിസിനസ് പരമായിട്ട് എനിക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പോയി അങ്ങനെ പിടിച്ചിട്ട് പോകുമ്പോ പോട്ടെ, അവരെ പാവത്ത് ബേജാറാണ്. കാരണം ഇവരെപ്പോഴും ഉണ്ട്, പകൽ മൊത്തം ഇവിടെ ഉണ്ടല്ലോ. ഇവര് രാത്രിയല്ലേ ഈ പോകുന്നു. ബാക്കി ആൾക്കാരൊക്കെ പകൽ ജോലിക്ക് പോകുമ്പോ ഇവർക്ക് പണിയൊന്നുമില്ലല്ലോ. ഇവർക്ക് വൈകുന്നേരം വിടണം. അതുവരെ ഇങ്ങനെ ക്യാരൻസ് വെച്ചിരിക്കും. അപ്പൊ ഒരാൾ അവിടെ വീണ് അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെ വന്നു പറഞ്ഞാൽ ഇവരാണ് പൊക്കിക്കൊണ്ട് പോകുന്നത്. അപ്പൊ എല്ലാ സേവന മേഖലയിൽ ഇവരുണ്ട്. ഒരു പാർട്ടിയുടെ യോഗം നടന്ന് ഇവരുണ്ട്, ഒരു ധർണ നടന്ന് ഇവരുണ്ട്, ഒരു പ്രകടനം ഇവരുണ്ട്. ഇനി പാർട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫണ്ട്, പിന്നെ ഫ്ലാഗ് വാങ്ങാൻ അല്ലെങ്കിൽ പിന്നെ ഇത് വാങ്ങിക്കാനൊക്കെ ഫണ്ട് വന്നു ഇവര് കൊടുക്കും. ഇവരാ കൊടുക്കുന്നത്. നമ്മൾ കാശ് കൊടുത്തു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാർക്ക് സപ്പോർട്ട് കിട്ടുമല്ലോ. അങ്ങനെ അന്നത്തെ സമയത്തെല്ലാം അവർക്ക് സപ്പോർട്ടെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കാക്കി വെച്ചിരുന്ന കാര്യം പറയുകയാണെങ്കിൽ അല്ലെ സബ് ഇൻസ്പെക്ടർ പോലീസിനെ തന്നെയത് അന്ന് നല്ല ഷെഡ്യൂൾഡ് സർവീസ് പറയുന്നത് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. അങ്ങനെ ബന്ധങ്ങളുണ്ട്. പിന്നെ എല്ലാം ഫ്രണ്ട്ഷിപ്പാണ്. രാഷ്ട്രീയക്കാരുടെ ഫ്രണ്ട്ഷിപ്പുണ്ട്. ഇപ്പൊ കോൺഗ്രസിലായാലും വേണ്ടില്ല, കമ്മ്യൂണിസ്റ്റായാലും വേണ്ടില്ല, ഫ്രണ്ട്ഷിപ്പുണ്ട്. ആ കേസുകൾക്ക് രാഷ്ട്രീയക്കാര് തന്നെ പ്രതികളെ പോലീസിന് കൊടുക്കുകയാണ്. അതായത് ശരിക്കും പ്രതികളല്ല, അവര് പറയുന്ന പ്രതികൾ. പോലീസിനും അന്നേരം ഒരു പ്രതികളെ മതി, അല്ലാതെ ഇതിനൊന്നും പ്രത്യേക തെളിവുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വെള്ളത്തിലെ കാര്യങ്ങളും രാത്രിത്തെ കാര്യമൊക്കെ ആയതുകൊണ്ട് കൂടുതൽ തെളിവൊന്നും ഉണ്ടാവില്ല. പോലീസിന് പ്രതികളെ വേണം, മറ്റേ മുതലും വേണം. മുതല് മിക്കവാറും അവര് പഴയ സാധനങ്ങളൊക്കെ ആയിരിക്കും മുതലായിട്ട് കൊടുക്കുന്നത്. ഇവിടെ ആളുകളായിരിക്കും ഭയങ്കര കള്ളക്കടത്താണ്. ഇല്ല, നിസ്സാരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു അന്ന് 10,000 രൂപയായിട്ട് ഓടുകയാണെങ്കിൽ തന്നെ മഞ്ചി ഇറച്ച സാധനമാണ്. പിന്നെയാണ് ബിസിനസ് കൂടിയത്. ബോംബെ നടക്കണ മാതിരിയല്ല ഇവിടെ കൊച്ചിയിൽ. കൊച്ചിയിൽ വില കൂടി വന്ന ഒരു 10 പെട്ടി അല്ലെങ്കിൽ 20 പെട്ടി വിസ്കിയൊക്കെ ഇവിടെ ഇറങ്ങുള്ളൂ. അന്ന കാലഘട്ടത്തിലൊക്കെ എന്നെല്ലാം പറഞ്ഞ TV ഐറ്റംസ് സാധനങ്ങളൊക്കെ പോണത് ബോംബെക്കാണ്. ബോംബെ ആൾക്കാരാണ് വന്ന് കൊണ്ടുപോകുന്നത്. പിന്നെ സെയിലായിട്ട് പോണത് ഇവിടെ തന്നെ, സാധനങ്ങളൊക്കെ പോണത് ഇവിടെ തന്നെ. പ്രത്യേകിച്ചാൽ അന്ന് 200% 250% ഡ്യൂട്ടിയാണ്. ഇപ്പൊ ഡ്യൂട്ടി അടച്ചവർക്ക് ഇതിന്റെ വില ഭയങ്കരമായിരിക്കും. അപ്പൊ ഈ കലപ്പുറത്ത് സാധനങ്ങൾക്ക് വലിയ ഡിമാൻഡുണ്ട്. രണ്ട് കാര്യമാണ്, വിദേശ സാധനങ്ങൾ. മറ്റൊന്ന്, ജനങ്ങൾക്ക് ഇത് ലഭ്യം അല്ല. അന്ന് കുതിരപ്പന്തയം, ബാംഗ്ലൂർ കുതിരപ്പന്തയം നടക്കുന്ന ഒരു കാലഘട്ടവും ഏറ്റവും കൂടുതൽ ബോട്ടിൽസ് അങ്ങോട്ട് പോകും. പിന്നെ ഇവിടുത്തെ മുതലാളിമാർ ഒരു ഭാഗം വാങ്ങിപ്പോകും, പല സ്ഥലങ്ങളിലേക്കും. ആവശ്യക്കാര് അന്വേഷിച്ചു വരും. കൊച്ചിയിൽ ഒന്ന് സ്കോച്ച് കഴിക്കാൻ ആഗ്രഹമുള്ള മുതലാളിമാര് അതൊരു 150 രൂപക്കുള്ളൊരു ബോട്ടലിന്. ഈ പറഞ്ഞ എല്ലാത്തരം ലിക്കറുമാണ് മെയിൻ ഇതിന്റെ സാധനം. ഏറ്റവും പെട്ടെന്ന് പോകാനും കാശാക്കാനും സാധിക്കുന്ന ലാഭം കിട്ടുന്നത് ലിക്കറായിരുന്നു. ഈ പറഞ്ഞ സ്കോച്ച് വിസ്കി പോലെയുള്ള എല്ലാ ബ്രാൻഡും ഈ വസ്തുക്കളൊക്കെ തന്നെ അവിടെ
മട്ടാഞ്ചേരിയിൽ ഈ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിട്ട് ഈ കളപ്പത്തി സാധനങ്ങൾ അവിടെ ലഭ്യമാണ്. നാടൻ കമ്പനി മുക്ക്, ഇരുമ്പിച്ചി മുക്ക്, കോമ്പാറ മുക്ക്, പുതിയ റോഡ്, ഈ ഭാഗങ്ങളിലാണ് കടകളുള്ളത്. സൈഡ് റൂം എന്നാണ് പറയാ. നോക്കുമ്പോ ഒന്നും ഉണ്ടാവില്ല, കാലി സ്ഥലമായിരിക്കും. അപ്പോഴ് ഒരാൾ വന്നിട്ട് ഇന്ന സാധനം വന്നു ഇത് കൊടുക്കാൻ അവയിൽ തിരക്കുണ്ടാവും കൊണ്ടുവന്നു. അത് രാഷ്ട്രീയക്കാരും ഉണ്ട് അതില്, മറ്റ് മട്ടാഞ്ചേരിയിലെ ഫോട്ടോത്തിലെ മുതലാളിമാരും ഉണ്ട്. ഇവരൊക്കെയാണ് നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. ഏറ്റവും ടോപ്പ് ഇവിടെ വാങ്ങി സാധനമൊക്കെ വാങ്ങിച്ചു വെക്കണാണ് സിദ്ധൻ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു, സിദ്ധൻ കുഞ്ഞാമ്പ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സുലൈമാനിക്ക, ഈ സാധനമൊക്കെ ഇവർ അണ്ടറിൽ വരും. 500 വയസ്സ് വിസ്കി ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഇവർ അണ്ടറിൽ വരും. ഇവരേന്ന് വാങ്ങുന്ന ആളാണ് ഗന്ന. ശരിക്കുള്ള പേര് അതല്ലെന്നാണ് ഞാൻ അറിഞ്ഞേക്കണത്. പക്ഷെ അന്ന് ഖന്ന എന്നാണ് പുള്ളിയെ അറിയണത്. അങ്ങനെ ഒരാളവിടെ ഉണ്ടായിരുന്നു. അയാളായിരുന്നു ഇതിന്റെയൊക്കെ പിന്നെ ഇത്. ഇപ്പൊ നമ്മുടെ ഇവിടെ ഒരു ഖന്ന എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹമാണ് കൊച്ചിയിൽ എന്റെ അറിവിൽ ഏറ്റവും വലിയ കള്ളക്കത്ത്. ഇദ്ദേഹം നടന്ന് നമ്മുടെ മാർക്കറ്റിലൊക്കെ പോയിട്ട് മീനൊക്കെ വാങ്ങിക്കൊണ്ട് പോകും. വളരെ ആളുകളോട് നല്ല രീതിയിൽ പെരുമാറുന്ന സ്നേഹസമ്പന്നനായ ഒരു മനുഷ്യനാണ്. അങ്ങനെ ആ ഒരു 75 കാലഘട്ടത്തിലാണ് ഒരു റൈഡ് നടന്നു ഇയാളുടെ ബംഗ്ലാവില്. ഔട്ടൻസിന്റെ അവിടെ ഒരു 3 നില കെട്ടിടമുണ്ട്. അന്ന് കംപ്ലീറ്റ് എല്ലാരെയൊന്നും വാങ്ങി അമുക്കണ മൂപ്പരാണ് ഗന്ന. പോലീസും കേസ് ഉണ്ടായിട്ടുണ്ട്, അവരുടെ കരകത്തായിട്ടുണ്ട്. അവിടെ അടിയന്തരാവസ്ഥക്ക് അയാളെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഇവിടെ. ആ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി വളർന്ന് പ്രധാനമന്ത്രിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് കരിഞ്ചന്തയും കളവും ഒക്കെ കൂട്ടി ആയപ്പോഴാണ് ഇന്ദിരാഗാന്ധി 20 പരിപാടി വെച്ചത്, അടിയന്തരാവസ്ഥ. The president has proclaimed, see, this is nothing to panic about. But what really led to the declaration of emergency? A hike in fee tuition and canteen charges brought students of the LD College of Engineering in Ahmedabad out on the street. Morarji Desai threw his weight behind this movement and launched a fast unto death agitation. Students of Patna University also launching a similar massive agitation in Bihar. Now another issue was the railway strike led by George Fernandes. A nationwide strike of transport workers led by George Fernandes for 3 weeks brought the country practically to a standstill. Socialist leader Raj Narayan challenged the victory of Indira Gandhi from the constituency. The Allahabad High Court judge delivered his verdict holding Indira Gandhi guilty of electoral malpractice. President Fakhruddin Ali Ahmed announced and declared a state of internal emergency, which continued then for 21 harrowing months. കർശനമായിട്ടുള്ള അടിയന്തരാവസ്ഥക്കാണ് 75 മുതലാണ് കണ്ടിന്യൂ ആയിട്ട് കർശനമാക്കിയത്. കാരണം ഇതിന് സ്മഗ്ലിംഗുകാരെ കണ്ടു കഴിഞ്ഞാൽ മുമ്പൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ഏറ്റവും കൂടുതൽ കോഫി ബോസൊക്കെ അകത്ത് ജയിലിൽ കിടന്ന ആൾ മട്ടാഞ്ചേരിയിലുള്ള ആളുകളാണ്. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ സ്മഗ്ലിങ്ങുമായി ബന്ധപ്പെട്ട് മട്ടാഞ്ചേരി ഒരുപാട് ആളുകൾ തലവനുവദിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയുള്ള ഈ കച്ചവടക്കാരൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ട് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കൊണ്ട് അടയ്ക്കണ്ടായി. അപ്പൊ അപ്പോഴാണ് ഇവര് ശരിക്കുള്ള കള്ളക്കടത്തുകാരെ കാണുന്നത്. കൊച്ചിക്കാരായിട്ടുള്ള ഒരു കള്ളക്കടത്തുകാരെ കാണാൻ അവിടെ ചെന്നപ്പോഴാണ്. അപ്പോഴാണ് ഈ ഹാജി മസ്താൻ, ഒരു മുഹമ്മദ് KS മറ്റേ പിന്നീട് മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റായി കാസർഗോഡ്, ഇവരെ പോലെയുള്ള വൻകട കള്ളക്കടത്തുകാരെ കാണുന്നത് അപ്പോഴാണ്. അവരെ ആശ്ചര്യപ്പെട്ടു. കാരണം ഇവരൊക്കെയാണോ കൊച്ചിയിലെ കളി, എന്ത് കള്ളക്കടത്ത് ഇവർ, അവർ കളിയാക്കായത് ഇവരെ കണ്ടപ്പോൾ. കാരണം ഇതുങ്ങളൊക്കെ ഈ അത്താഴ ഭക്ഷണക്കാരെ പോലത്തെ ആളുകളാണല്ലോ, ഒന്നുമില്ലല്ലോ. രാജീവ് മസ്താനും അന്ന് ദാവൂദ് ഇബ്രാഹിം രംഗത്ത് വന്നിട്ടില്ല, പിന്നീട് ദാവൂദ് വന്നത്. അവരെല്ലാം ലാർജ് സ്കെയിലായിരുന്നല്ലോ. മമ്മൂട്ടിയെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. മമ്മൂട്ടിയെ തന്നെ ഞാൻ പറഞ്ഞ പോലെ കൊച്ചി തുറമുഖത്തുള്ള ഈ ഇവിടെ ജീവിക്കുന്ന ആൾക്കാര് അവരുടെ ജീവിതമാർഗമായിരുന്നു, ഒരു തൊഴിൽ എന്ന് പറയില്ലേ, അതായിരുന്നു. ഹാജി മസ്താനും ദാവൂദ് ഇബ്രാഹിം എല്ലാം വൻകിടായിരുന്നു. അടിയന്തരാവസ്ഥക്ക് ആരും പോകാൻ പാടില്ലായിരുന്നു. വെട്ടിച്ചിട്ട് ഒരെണ്ണം പോകൂലായിരുന്നു. അപ്പോഴും പോലീസിനും കസ്റ്റംസിനും ഒന്നും നോക്കാണ്ട് പോയി പണി നടത്തി വന്നവരുണ്ട്. പോകരുതെന്ന് പറഞ്ഞിട്ട് പേടിച്ച് തൂരി പിടിച്ചകത്തിട്ട ചോദ്യമൊന്നുമില്ല. 2.5 കൊല്ലമാണ്. 2.5 കൊല്ലം അതിന്റെ അകത്താണ്. അതായത് അന്ന് ഈ പൈസ മുടക്കി കച്ചവടക്കാർ പോകില്ലായിരുന്നു. ഉറപ്പില്ല. കാരണം ഈ മുടക്കിയ മുതല് കസ്റ്റംസ് കൊണ്ടുപോകും അല്ലെങ്കിൽ പോലീസ് കൊണ്ടുപോകുന്ന ഒരു പേടി അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് പൈസ മുടക്കിയുള്ള കച്ചവടക്കാർ പോയിട്ടില്ല.
മോഷ്ടാക്കൾ പോയിട്ടുണ്ട്. ഇപ്പൊ കാക്കി വിഷയൊക്കെ പോയിട്ടുണ്ട്. കാക്കി വിഷം നഷ്ടപ്പെടാനൊന്നുമില്ല, കിട്ടുന്ന ലാഭമല്ലേ. കക്കാൻ പോണതല്ലേ, കക്കാൻ പോകുന്നതിന് എന്ത് നഷ്ടം? അവന് മുതൽ മുടക്കൊന്നുമില്ലല്ലോ. അടിയന്തരാവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ സ്ട്രിക്റ്റായി മൊത്തത്തിൽ. എന്നാലും പോവും, ജീവിക്കാൻ മാർഗമില്ലല്ലോ, എന്നാലും പോവും, പോയി സാധനങ്ങളൊക്കെ കൊണ്ടുവരും. അടിയന്തരാവസ്ഥക്ക് ഒരു കപ്പലിരുന്നത് പോലെ ഒരു പാർട്ടി വന്ന് പറയുന്നില്ല മാറി ഒരു സാധനം ഇറക്കി കൊടുക്കും പോലെ 50,000 രൂപ കൂടി ശരി ഇറക്കി കൊടുത്ത് 10,000 രൂപ കിട്ടിയുള്ളു, ബാക്കി ഗോവിന്ദ. അടിയന്തരാവസ്ഥയിൽ അധികാരികൾക്ക് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരാളെ പിടിച്ചിട്ട് പ്രിവെന്റീവ് ഡിറ്റൻഷൻ ഇടാം. അങ്ങനെ കുറച്ച് മിസ്യൂസിലുണ്ടായിരുന്നു. ഒരു കസ്റ്റംസിന് ദേഷ്യമുള്ള ആൾക്കാരൊക്കെ അവര് കാപ്പി പോസ്റ്റയിലേക്ക് കയറ്റും. അങ്ങനെ ഒരുപാട് പേര് ഇവിടുന്ന് പോയിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ ഭരണം പോയി മൊറാർജി ദേശായി ഭരണം കയറിയപ്പോഴാണ് ഇവരൊക്കെ ഇറക്കി വിട്ടത്. അങ്ങനത്തെ ഒരു കാലഘട്ടമുണ്ടായി. എന്നിട്ടും പിന്നീടും വീണ്ടും ബിസിനസ് ഒക്കെ തുടർന്നു ഈ കണ്ടെയ്നർ ഷിപ്പ് വന്നതോടുകൂടി ബിസിനസ് ഒക്കെ നിന്നുപോയി. അവസാനിക്കുന്നത് 91 മൻമോഹൻ സിംഗ്, ഡോക്ടർ മൻമോഹൻ സിംഗ് ധനകാര്യ മന്ത്രിയായിരുന്നപ്പോ പുള്ളി എല്ലാവർക്കും എന്തുകൊണ്ട് എക്കണോമിക് ലിബറലൈസേഷനും ഫോറിൻ സാധനം കൊണ്ടുവരുന്ന റെസ്ട്രിക്ഷനെല്ലാം മാറ്റി, എയർപോർട്ട് വഴിയും സീപോർട്ട് വഴിയെല്ലാം ഡ്യൂട്ടി, പാസഞ്ചറുടെ ഫ്രീ അലൗൺസ് എല്ലാം കൂട്ടി. The changes in customs and excise duties effective from 1st March 92 will be laid on the table of the House in due course. The speech set the stage for the cleanest declared break from the past that India has seen on the economic front, both in years prior and since. അങ്ങനെ കൂട്ടി വന്നപ്പോ ഇപ്പോഴത്തെ മെയിൻ ഘടകം ഈ കണ്ടെയ്നർ ഷിപ്പാണ്. കപ്പൽ പുറക്കടലിൽ കിടക്കുന്നില്ല. കപ്പൽ ആദ്യത്തിന് 3-4 മണിക്കൂർ തിരിച്ചു പോകുന്നു. നമ്മൾ ഓപ്പൺ വിപണികളായി ഗൾഫ് മേഖല ഒരുപാട് ആൾ ഡിപ്പെൻഡ് ചെയ്യാൻ പോയി. അപ്പൊ നമ്മൾ ഡ്യൂട്ടി ഫ്രീ ഷോപ്സുകൾ വന്ന് എല്ലാ ആളുകളും കേരളം ഏറ്റവും കൂടുതലും പുറത്തേക്ക് ആളുകൾ പോയി തുടങ്ങി. ഈ ഗൾഫ് സാധനങ്ങൾ കൂടുതൽ വന്നിട്ട് ചാവക്കാരായിരുന്നു. അപ്പൊ മാർക്കറ്റ് അങ്ങോട്ട് മാറി. അത് നേരെ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. റിവാർഡ് റൂൾസ് അമെൻഡ് ചെയ്ത് മൻമോഹൻ സിംഗ് അല്ല ബി പി സിംഗ് ആണ് അമെൻഡ് ചെയ്തത്. റിവാർഡ് റൂൾസ് അമെൻഡ് ചെയ്തത് 20% മൊത്തത്തിൽ കൊടുക്കണം എന്ന് പറഞ്ഞത്. ഗോൾഡിന് ഒരു പെർസെന്റേജ് ആണ് അത് ഫുള്ളായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ ശേഷം അപ്പൊ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർക്ക് റിവാർഡ് കിട്ടുന്നതാണ് ലാഭം. റിവാർഡ് കിട്ടുന്നതാണ് ഈ കള്ളക്കടത്തുകാർ കൊടുക്കുന്ന കാശിനെക്കാട്ടി കൂടുതലായിട്ടുള്ളൂ. പിന്നെ ഈ നമ്മൾ വേൾഡ് സെന്റർ തകർത്ത് കഴിഞ്ഞപ്പോ കംപ്ലീറ്റ് ബ്ലോക്കാക്കി. പിന്നെ മഞ്ചായിട്ട് കപ്പലിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പോലീസ് ഒന്ന് പിടിക്കും, അല്ലെങ്കിൽ കസ്റ്റംസ് ഒന്ന് പിടിക്കും, അല്ലെങ്കിൽ മറ്റേ CSF ആൾക്കാർ അവരൊന്നും അടുപ്പിക്കൂല. നമ്മുടെ ഈ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ്, മറ്റ് പല സ്ഥലങ്ങളിലും സെൻസിറ്റീവ് ഏരിയകളിലെ ബോംബ് വെക്കല്, ഇതെല്ലാം കൂടി വന്നു കഴിഞ്ഞപ്പോൾ കൊച്ചിൻ പോർട്ട് ലെവൽ 2 സെക്യൂരിറ്റി സോൺ എന്ന രീതിയിൽ വരികയുണ്ടായി. അങ്ങനെ വന്നപ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റി ടൈറ്റൻ ചെയ്യുന്നതായിട്ട് വന്നു. കള്ളക്കടത്തിന്റെ കൂടെ ആരെങ്കിലും വല്ല ബോംബ് വരാനോ വല്ല ഈ ടെററിസ്റ്റ് വരുന്നുണ്ടോ കമ്പനി ടെററിസത്തിന്റെ ഒരു വകഭേദമാണല്ലോ കള്ളക്കടത്ത്. അവർക്ക് കാശ് വേണ്ടേ? എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. ടെററിസവും വെള്ളക്കടത്തും തന്നെ ഇന്റർ കണക്റ്റഡ് ആണ്. പോലീസിനേക്കാളും കൂടുതൽ CISF ആണ് അതിന്റെ സെക്യൂരിറ്റി കംപ്ലീറ്റ്. അവർക്കാണെങ്കിൽ ഒരുപാട് ആധുനിക സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട്. സ്പീഡ് ബോട്ടും തോക്കും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാ വയർലെസ് സെറ്റും ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കൂടുതലും അങ്ങനെ പോകാറില്ല. പല വ്യക്തികളും പിടിക്കപ്പെട്ടപ്പോ പിന്നെ രക്ഷയില്ലാണ്ടായി. അപ്പൊ പോലീസ് ഇതിന്റെ കയ്യിൽ ശ്രദ്ധ തിരിച്ചിട്ടുണ്ട്. ഉണ്ടാകണം, അതുകൊണ്ടാവാം ഇവിടെ നിർത്തിയത്. ഇത് മെച്ചമില്ലാത്ത രീതിയിലേക്ക് പോയപ്പോ നിർത്തി. അതന്നെ സംഭവം. പിന്നെ അത് കഴിഞ്ഞ് കുറെ കാലങ്ങളായി കഴിഞ്ഞപ്പോ അതിന് വേണ്ടാന്ന് തോന്നി. പിന്നെ കുറെ ആൾക്കാർ പോകാറുണ്ട്. പിന്നെ ഞാൻ അതിൽ നിന്ന് വിരമിച്ച്. പിന്നെ ഇത് ഒരു ശാശ്വത ഇല്ലാത്ത ജോലിയാണെന്നുള്ള മനസ്സിലായി. അപ്പൊ അതിന്റെ ആ അഭിമാനം പമ്പോട്ടുന്നുള്ള വർഗമേ ഇല്ല. ഇപ്പൊ പമ്പോട്ടുണ്ടെങ്കിൽ നേരത്തെ ഇൻസൾട്ടാണ്. ആരും പറയില്ല പമ്പോട്ടുകാരെന്ന് പറയില്ല. ഇപ്പൊ പമ്പോട്ടുകാരുടെ വിലയില്ലല്ലോ. സമൂഹത്തിന്റെ മുമ്പിൽ ഇതൊരു തൊഴിലെന്ന് നമുക്ക് പറയാൻ പറ്റൂല. എന്നുള്ള ഒരു മൈൻഡ് വന്നു കഴിഞ്ഞപ്പോ അതിന് പിന്മാറാൻ തുടങ്ങി. അങ്ങനെ ജീവിതത്തിൽ എന്തെല്ലാം പണിയെടുക്കാൻ പറ്റിയിട്ടുണ്ടോ അതെല്ലാം ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ എന്തെല്ലാം പണിയുണ്ടോ അതൊക്കെ ചെയ്തിട്ടുണ്ട്.
പുരോഗതിയൊന്നുമില്ല. ഇപ്പോൾ സാധാരണക്കാരന്റെ മാതിരി തന്നെ. ഒരു വലിയ സമ്പാദ്യം ഈ കച്ചവടത്തിൽ ബന്ധപ്പെട്ട ആർക്കും ഉണ്ടായിരുന്നില്ല. ഇവരൊക്കെ തന്നെ എല്ലാത്തിൽ നിന്നും മാറി. ഇവിടുത്തെ ഏറ്റവും വലിയ ടോപ്പ് മമ്പോട്ട് ബിസിനസ് ചെയ്തവരാണ് ഞാൻ. ഒരു ഉറുപ്പ്യ അതിലൊന്നും സമ്പാദിച്ചു വെച്ചില്ല. അത് അധ്വാനിച്ചുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉള്ളൂ. ഇപ്പോഴൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, പെട്ടിക്കട പോലും സ്വന്തമായിട്ടില്ല. ഒന്നുമില്ല. ആ വംശത്തിലൊന്നുമില്ല. ഇല്ലാതെ ഇപ്പൊ സന്തോഷമുള്ളൂ. അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഹറാമെന്ന് പറയും. ഹറാമായി പോകും. വയസ്സ് 76 ഇപ്പൊ നിർത്തി. 50 വയസ്സിൽ എല്ലാം നിർത്തി, സ്റ്റോപ്പായി. വീണ്ടും വൈക്കത്തന്നെ പോയി. ഇപ്പം കൊച്ചിയൊക്കെ വളരെ നോർമലാണ്. അങ്ങനെ നോർമൽ എന്ന് വെച്ചാൽ ഇപ്പോഴും മയക്കുമരുന്നുണ്ടാവുമായിരിക്കും. അത് പിന്നെ ഈ തീരപ്രദേശങ്ങളിൽ ഗോഡൗണൊക്കെ ഒഴിഞ്ഞപ്പോ അതിന്റെ അകത്തായിരുന്നു പിന്നെ കൂടുതൽ. എന്നാൽ ഈ മയക്കുമരുന്ന് കേസൊക്കെ ഞങ്ങൾ ഒത്തിരിയോടൊന്നും പിടിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ കാലഘട്ടത്തിലൊന്നുമില്ല. അതൊക്കെ അടുത്ത കാലഘട്ടത്തിൽ വന്ന സംഭവങ്ങൾ. മട്ടാഞ്ചേരിയെ സംബന്ധിച്ച് NDPS കേസുകൾ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇപ്പൊ 2022 ഞാനിവിടെ വന്നതിന് ശേഷം കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി കേസുകളുടെ 2 ഉണ്ടായിരുന്നു. അത് സിന്തറ്റിക് ഡ്രഗ് MDMA ഒരു കേസിൽ 493 കിലോ ഒറ്റ കേസിലായിട്ട് ക്യാച്ച് ചെയ്ത ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. മയക്കുമരുന്ന് കള്ളക്കടത്തിൽ ഭയങ്കര ഹ്യൂമാനിറ്റേറിയൻ നഷ്ടം ഉണ്ടാവും. എല്ലാവരും മയക്കുമരുന്നിന് അടിമകളായി കഴിഞ്ഞാൽ കുടുംബങ്ങളെല്ലാം കലങ്ങും. അത് വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. ഈ ഇടയ്ക്ക് പുറംകടലിൽ നിന്ന് പിടിച്ച ബോട്ടിൽ നിന്ന് പിടിച്ച 25,000 കോടിയുടെ മയക്കുമരുന്ന്. കൊച്ചി ആഴക്കടലിൽ നിന്ന് പിടിച്ചെടുത്തത് 25,000 കോടി രൂപയുടെ ലഹരി മരുന്ന്. Indian authorities have seized over 2,800 kgs of drugs in the marine waters of Kerala's Kochi. ലക്ഷദ്വീപിലെ അഗത്തിക്ക് സമീപം വൻ ലഹരി വേട്ട. രാജ്യാന്തര വിപണിയിൽ 1,526 കോടി രൂപ വില വരുന്ന 218 കിലോ ഹെറോയിൻ പിടികൂടി. പിടിക്കുന്നതെല്ലാം ഒരു 10% ഉള്ളൂ. അപ്പൊ എത്ര ശതമാനം പോയിട്ടുണ്ടോ പിടിക്കാതെ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഈ ബോട്ടോ അതല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ബിസിനസ്സോ ഒക്കെ ഒന്നും ഇല്ലാന്ന് വേണം പറയാൻ. ഇന്നത്തെ കാലത്ത് സ്മഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് സ്വർണ്ണ കള്ളക്കടത്തും മയക്കുമരുന്ന് കള്ളക്കടത്തുമാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ കൂടുതൽ വരുന്നത്. കേരളത്തിൽ 4 വിമാനത്താവളമുണ്ട്. നിങ്ങൾ പത്രത്തിൽ നോക്കിയാൽ എല്ലാ വിമാനത്താവളത്തു നിന്നും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേസ് പിടിക്കുന്നുണ്ട്. പഴയ ബോട്ട് ഇപ്പോഴത്തെ സ്മഗ്ലിംഗ് രണ്ടിനും ഒരുപാട് വ്യത്യാസമുണ്ട്. പണ്ട് അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ബോട്ട് ബിസിനസ് ജീവിക്കാൻ വേണ്ടി. ഇപ്പൊ അതന്നെ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് സ്മഗ്ലിംഗ് ചെയ്യുന്നത്. 10,000 ഡോളറാണ്, 10,000 ലക്ഷക്കണക്കിന് ഡോളർ എടുത്ത് ബിസിനസ് ചെയ്തിരുന്നത്. ഇപ്പോഴും അവിടെ ഒന്നും ആരുമില്ല. എല്ലാം പാപ്പറായി പോകും. കാരണം ഈ സത്യസന്ധമായിട്ട് നിൽക്കുന്നവരൊക്കെ നിലനിന്ന് പോകും. അതുകൊണ്ട് അങ്ങനെയുള്ള ബിസിനസ് എല്ലാവരും സ്റ്റോപ്പ് ചെയ്ത് മിക്കവാറും നമ്മളെപ്പോലെ ഒരുപാട് ആളുകൾ അതിനൊക്കെ മാറി സാമൂഹ്യപ്രവർത്തനം മറ്റുള്ളതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. കൊച്ചിയിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഇന്നത്തെ കാലഘട്ടം എന്നോണോ അതേമാതിരി ശൈലത്തിന് പോയിക്കൊണ്ടിരിക്കുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സുഖം അനുഭവിച്ചവരാണ്. ഇതൊക്കെ ഇപ്പൊ പശ്ചാത്തലിക്കുന്നു കേട്ടാ. എന്താണെങ്കിലും അതൊക്കെ അത് ദൈവം പുറത്തും തരും. ദൈവം അതാണെന്ന് പറഞ്ഞ മനുഷ്യനാണ്, നമ്മ മലക്കല്ല. ദൈവം പറഞ്ഞ നീ ചെയ്ത തെറ്റിന് എന്നോട് പശ്ചാത്തലിച്ച് പുറത്തുണ്ട് എന്നോട് അടുത്താൽ എല്ലാം ഞാൻ പൊറുക്കും. ഇപ്പൊ ഞാൻ പരിപൂർണമായിട്ട് എന്റെ ദൈവം പുറത്തിട്ടുണ്ട്. ഞാൻ പശ്ചാത്തലിച്ചിട്ടുണ്ട്, പിന്നൊരു തെറ്റും ചെയ്തിട്ടൊന്നുമില്ല. ജീവിതത്തിൽ നോക്കണേ ഭയങ്കര ഉള്ളൂ. പക്ഷെ കിട്ടുന്നതും ഇതാണ്. ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. ഒരാളും രക്ഷപ്പെട്ടില്ല. കുറെ എണ്ണം മരിച്ച്, കുറച്ചെണ്ണം ഉണ്ട് നിലവിൽ ഇവിടെ ഉണ്ട്.